إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ ഏകനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അള്ളാഹുവിനെ ഏറെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹപര ജീവിതത്തിൽ വിജയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് മനസ്സമാധാനം എന്നുള്ളത്. ഒരുപക്ഷെ ഭൗതികമായ ഒട്ടനേകം സൗകര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും മനസ്സമാധാനം എന്നുള്ളത് വില കൊടുത്തു വാങ്ങാൻ കഴിയാത്തതായതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ദരിദ്രരാണ്. സമാധാനത്തോടുകൂടെ ജീവിക്കാൻ, കിടന്നുറങ്ങാൻ, മനസ്സിന് ശാന്തി ലഭിക്കാൻ കഴിയാതെ എവിടുന്ന് ശാന്തി ലഭിക്കും, മനസ്സമാധാനം ലഭിക്കും എന്നന്വേഷിച്ചുകൊണ്ട് അലയുകയാണ് മനുഷ്യർ. പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന കേന്ദ്രങ്ങളിലേക്കെല്ലാം മനസ്സമാധാനത്തിനു വേണ്ടി ആളുകൾ ഒഴുകുകയാണ്. ഓരോന്നും പരീക്ഷിച്ച് പരാജയപ്പെട്ട് വീണ്ടും ടെൻഷനിൽ തന്നെയാണ് മനുഷ്യനുള്ളത്. ചിലർ പറയുന്നു, വിനോദങ്ങളിൽ ഏർപ്പെടും, നിങ്ങൾ മനസ്സിനൊരു റിലാക്സ് കിട്ടും. മ്യൂസിക്കുകൾ കേൾക്കൂ, നിങ്ങൾ മനസ്സിനൊരു അഴവ് കിട്ടും. ധാരാളമായി കൂടിയിരുന്നൊന്ന് പുഞ്ചിരിക്കൂ, അത് വലിയ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു എക്സസൈസാണ്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും യോഗകൾ അഭ്യസിക്കൂ, നീണ്ട യാത്രകൾ നിങ്ങൾ നിർവഹിക്കൂ എന്ന് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിന് സമാധാനം ലഭിക്കാനും ശാന്തി ലഭിക്കാനും വേണ്ടി പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് മനുഷ്യർ. യഥാർത്ഥത്തിൽ മനസ്സിനെ സംവിധാനിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഒരു മനുഷ്യന് സമാധാനമുണ്ടാവുക എന്ന് കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ മാർഗങ്ങൾ അവലംബിക്കാൻ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലദീന ആമനു, വിശ്വാസികളായിരിക്കുന്ന ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളെല്ലാം തന്നെ ശാന്തമായിരിക്കും, സമാധാനമടഞ്ഞതായിരിക്കും. ബിദിക്രില്ലാഹ്, അള്ളാഹിനെക്കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട്,
ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം നിങ്ങൾ, മനസ്സിൻ്റെ ശാന്തത, സമാധാനം എന്ന് പറയുന്നത് തീർച്ചയായും അള്ളാഹിനെക്കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് സിട്ടാവായിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളായിരിക്കുന്ന ആളുകളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാൻ ഉൾക്കൊണ്ടവരെ, വിശ്വാസികളായിരിക്കുന്ന ആളുകളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടേയിരിക്കണം. വസബ്ബിഹുഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കണം, തസ്ബീഹുകൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മത്തിനെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അഅറാബിയായിരിക്കുന്ന ഒരു മനുഷ്യൻ അഥവാ ഗ്രാമീണനായിരിക്കുന്ന ഒരു വിശ്വാസി കടന്നു കൊണ്ടുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിക്കേണ്ട എന്താണ് ഇസ്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ അനുഷ്ഠിക്കേണ്ടുന്ന അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുത്തപ്പം സാധുവായിരിക്കുന്ന ഈ മനുഷ്യന് വല്ലാത്ത വേജാറായിപ്പോയി. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, ഇന്ന ശറാഇഅൽ ഇസ്ലാമ ഖദ് കസുറത് അലൈഹി, പ്രവാചകരെ, ഇസ്ലാമിൻ്റെ ശരീഅത്തുകൾ, ഇസ്ലാമിൻ്റെ ഇബാദത്തുകളൊക്കെ നിങ്ങൾ വിവരിച്ചു തന്നപ്പം എനിക്ക് വല്ലാത്ത ആധിക്യമായി തോന്നുന്നു, എന്നെക്കൊണ്ട് അത് നിർവഹിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത്ര കണ്ട് ഇബാദത്തുകളാണ് പ്രവാചകരെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫഅംബിഊനി മിൻഹാ ബിശൈഇൻ അതശബ്ബസു ബിഹി, പ്രവാചകരെ ഇതിനു പകരമായി എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരിക, എനിക്കതിൽ വ്യാപൃതരായി അതിൽ തന്നെ തുടരാമല്ലോ, സ്ഥിരമായി നിൽക്കാമല്ലോ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരിക എന്ന്. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി അസ്സ വജല്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മകളെ കൊണ്ട് നിന്റെ നാവിനെ നിരന്തരമായി പച്ചപിടിച്ചുള്ളതാക്കി മാറ്റാൻ നിനക്കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നിനക്ക് അത് മതിയാകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാൻ. നിരന്തരമായി ഏതു സമയത്തും റബ്ബിനെക്കുറിച്ചുള്ള സ്മരണകൾ നിങ്ങളുടെ നാവിലുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്നും നിനക്ക് പ്രയാസമായി തോന്നുകയില്ല എന്നാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർണവും വെള്ളിയും ശേഖരിക്കുന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകിയപ്പോൾ വിശ്വാസികളായ സഹാബത്ത് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, സ്വർണം ഞങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വെള്ളിയും പണവുമൊന്നും ഞങ്ങൾക്ക് ശേഖരിച്ചു വെക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പകരം ഞങ്ങൾക്ക് എന്താണ് കൻസായി, നിധിയായി ശേഖരിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യം അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന ലിസാനൻ ദാക്കിറ എന്നാണ്. ലിസാനൻ ദാക്കിറ വഖൽബൻ ഖാശിഅ, അള്ളാഹിനെ കുറിച്ച് ഭയപ്പെടുന്ന ഹൃദയവും അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന ഒരു നാവും നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്നാണ്. സഹോദരങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സമയത്തു പോലും അള്ളാഹിനെക്കുറിച്ചുള്ള ആ ഓർമ്മകൾ ഒരു വിശ്വാസിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നാണ്. മുനാഫിഖീങ്ങളായിരിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മുനാഫിഖീങ്ങൾ ആരാ? മുനാഫിഖീങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ആളുകൾ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഭയാനകമായിട്ടുള്ള ഏറ്റവും അടിത്തട്ടിൽ കഴിയേണ്ടി വരുന്ന ആ മുനാഫിഖീങ്ങളായിരിക്കുന്ന ആളുകളെക്കുറിച്ച് പോലും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവർ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നവരാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്നൊക്കെ പറഞ്ഞ ശേഷം പറയുന്നു, വലാ യദ്കുറൂനല്ലാഹ കസീറ, അവർ അധികമായി അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നില്ല, ഒട്ടും ഓർക്കുന്നില്ല എന്നല്ല, അധികമായി അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നില്ല, വല്ലപ്പോഴുമേ അവർ ഓർക്കുന്നുള്ളൂ എന്നാണ്. മുനാഫിഖീങ്ങളായിരിക്കുന്ന ആളുകളുടെ അവസ്ഥ പോലും റബ്ബിനെ കുറിച്ച് ഓർക്കുന്നവരായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ റബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ കഴിച്ചു കൂട്ടുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. സമാനമായിരിക്കുന്ന രൂപത്തിൽ തന്നെ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരിക്കുന്ന അമൽ ഏതാണ്? അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന അമൽ ഏതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പം ഒരു വേള നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്ന് മറ്റൊരു സഹാബിക്ക് പറഞ്ഞു കൊടുത്ത അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ നിസ്കാരം കൃത്യതയോട് നിർവഹിക്കുന്ന ഈ സഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അൻ തമൂത വലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നൊരു നാവിനെ
അത് പച്ചപിടിത്തതായി വരണ്ടു പോകാത്തതായി നിലനിർത്താൻ എന്നെക്കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കുന്നവനും റബ്ബിനെ കുറിച്ച് ഓർക്കാത്തവനെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വചനം, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നവന്റെ ഉദാഹരണം, അള്ളാഹിനെ കുറിച്ച് ഓർക്കാത്തവന്റെ ഉദാഹരണം എന്ന് പറയുന്നത് മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, മരിച്ചവന്റെയും അതുപോലെ തന്നെ ചത്തവന്റെയും ഉദാഹരണം പോലെയാണ് എന്നാണ്. മരിച്ചവന്റെയും ജീവിച്ചിരിക്കുന്നവന്റെയും ഉദാഹരണം പോലെയാണെന്ന്. ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറയുന്നത് അവന് നേട്ടമുണ്ടാക്കാൻ അവൻ്റെ ജീവിതം കൊണ്ട് കഴിയുന്നുവെങ്കിൽ, അള്ളാഹിനെക്കുറിച്ച് ഓർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇഹപര ജീവിതത്തിൽ അവൻ ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുവെങ്കിൽ, അള്ളാഹിനെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ മരിച്ചതിന് സമമാണ്, ചത്തൊടുങ്ങിയതിന് സമമാണ് എന്നാണ്. നഅൂദുബില്ല. അള്ളാഹിനെക്കുറിച്ച് ഓർക്കാൻ ഒരു വിശ്വാസി ഏതു സമയത്തും ഒരുമ്പെടേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രമാത്രം എന്ന് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കൂ, നിങ്ങൾ ദിക്റുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ഹദീസ്, അത് കൃത്യതയോടുകൂടെ നമുക്ക് ഉൾക്കൊണ്ടാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അള്ളാഹിനെക്കുറിച്ചുള്ള സ്മരണ നഷ്ടപ്പെട്ടു പോവുകയില്ല. പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കാൻ, ആരാ സഹാബത്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഏതൊരു കാര്യവും അതേ രൂപത്തിൽ തന്നെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആ പ്രവാചകന്റെ അനുചരന്മാരായ സഹാബത്തിനോട് ചോദിക്കുകയാണ് പ്രവാചകൻ, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അമലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കൗതുകത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി നിൽക്കുന്ന ആ സഹാബത്തിനോട് വീണ്ടും ചോദിക്കുന്നു, അസ്കാഹ ഇൻദ മലീകിക്കും, റബ്ബിൻ്റെ അടുക്കൽ അത് നിങ്ങൾക്ക് പരിശുദ്ധി പ്രാപിക്കാൻ കഴിയുന്ന ഒരു അമലാണത്. വയർഫഉഹാ ഫീ ദറജാതിക്കും, പരലോകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഉന്നതിയിലേക്ക്, ദറജകൾക്ക്, സ്വർഗത്തിലേക്ക്, ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു അമലാണത്. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി അദ്ദഹബി വൽ വരീഖ്, സ്വർണവും അതുപോലെ തന്നെ വെള്ളിയുമെല്ലാം തന്നെ പാവപ്പെട്ടവർക്ക് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അമല്. വഖൈറുൽ ലക്കും അൻ തൽഖൗ അദുവ്വക്കും വതദ്രിബു അനാകഹും വയദ്രിബു അനാകക്കും, ഇസ്ലാമിന്റെ ശത്രുവിനെ നിങ്ങൾ കണ്ടുമുട്ടുകയും എന്നിട്ട് അവരുടെ പെരടികൾ നിങ്ങൾ വെട്ടുകയും ആ ശത്രുക്കളാൽ നിങ്ങളുടെ പെരടികൾ ഛേദിക്കപ്പെടുകയും ചെയ്യുന്ന ധർമ്മസമരത്തെക്കാളും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അമൽ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നാണ്. എത്ര കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ? ഖൈറുൽ അഅമാല്, ശ്രേഷ്ഠമായിരിക്കുന്ന ഇബാദത്ത്. അസ്ഗാഹ ഇൻദ മലീകിക്കും, റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വിശിഷ്ടമായിരിക്കുന്ന ഒരു പ്രവർത്തനം. വറഫഉഹാ ഫീ ദറജാതികും, സ്വർഗ്ഗത്തിൽ പദവികൾ ഉയർത്താൻ പോന്നിരിക്കുന്ന ഒരു അമല്. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരീഖ്, സ്വർണ്ണവും വെള്ളിയും, സ്വർണ്ണം വെള്ളിയൊക്കെ സാധുക്കൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണത്. അതിനേക്കാളും ശ്രേഷ്ഠമായിരിക്കുന്ന അമല്. അതിനേക്കാളും പറയാൻ, ഒരു ശത്രുവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നു, യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് ശത്രുവുമായി പോരടിക്കുന്നു, നിങ്ങൾ അവൻ വധിക്കുന്നു, അല്ലെങ്കിൽ അവരെ നിങ്ങൾ വധിക്കുന്നു, ആ രൂപത്തിൽ ഷഹീദായി തീരുന്നതിനേക്കാളും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്. ഖാലു, അവർ പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അതേ പ്രവാചകർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ഈ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ദിക്റുല്ലാഹ്, അള്ളാഹിനെ കുറിച്ച് ഓർക്കലാണ് എന്നാണ്. കാര്യമായൊരു അധ്വാനവുമില്ലാതെ, സാമ്പത്തികമായിരിക്കുന്ന ഒരു നഷ്ടവും നമുക്കില്ല, ശാരീരികമായിരിക്കുന്ന അവശതയോ പ്രയാസങ്ങളോ ഏൽക്കേണ്ടതില്ല. നേരെ മറിച്ച് കടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഏത് സമയത്തും ജോലി ചെയ്യുന്ന സമയത്ത് പോലും നിർവഹിക്കാൻ പറ്റുന്ന അമലുകളാണ്, ഏറ്റവും ഇബാദത്തുകളാണ് ദിക്റുല്ലാഹ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ് പോലെ, അൽഹംദുലില്ലാഹ് പോലെ, അല്ലാഹു അക്ബർ പോലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതുപോലെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നതുപോലെ ഒട്ടനേകം ദിക്റുകൾ പുതുതായി പഠിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ നമുക്കൊക്കെ അറിയാം. ഇത് ജീവിതത്തിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഉരുവിടാൻ തയ്യാറായാൽ, മറ്റാരെയും കേൾപ്പിക്കാൻ വേണ്ടിയോ കാണിക്കാൻ വേണ്ടിയോ അല്ലാത്ത രൂപത്തിൽ നമ്മൾ നിർവഹിക്കാൻ തയ്യാറായാൽ, പരിശുദ്ധ ഖുർആൻ നമുക്ക് പറയുന്നു, തുമഅനീനത്തു ലഭിക്കും, ശാന്തത ലഭിക്കും, നിങ്ങൾക്ക് മനസ്സിനൊരു അഴവുണ്ടാകും, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ ദർജകൾ വർദ്ധിക്കും. എല്ലാ നിലക്കും ഒരുപാട് നേട്ടങ്ങളായി പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മളൊന്ന് ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമളാനാണ് വരുന്നത്. റമളാൻ മാസത്തിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ സജീവമായി ഇടപെട്ടു എന്ന് വന്നേക്കാം. പോരാ, ജീവിതത്തിൽ റമദാൻ മാസം എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഓരോ സമയത്തും റബ്ബുമായി ബന്ധപ്പെട്ട ആ സ്മരണകൾ, റബ്ബിനെ കുറിച്ചുള്ള ആ ഓർമ്മകൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണമെന്നാണ്. എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാവുക അതുകൂടെ നിങ്ങൾ നോക്ക്. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി,
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ നിദാനമാകുന്നത്, കാരണമായി തീരുന്നത് അള്ളാഹിനെക്കുറിച്ചുള്ള സ്മരണകളാണ് എന്നാണ്. വിശിഷ്ടമായിട്ടുള്ള പവിത്രമായ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോലും ജുമാ നമസ്കാരത്തിനു ശേഷം വിശ്വാസികളായിരിക്കുന്ന ആളോട് പറയുന്നുണ്ട്, വൈദാ ഖുദിയത്തി സ്വലാ ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളലില്ലാഹ്. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരായിക്കൊള്ളൂ, ഉപജീവനത്തിന് മാർഗം തേടിക്കൊണ്ട് പോയിക്കൊള്ളൂ. വെള്ളിയാഴ്ച നേരിഞ്ഞ് ചടഞ്ഞിരിക്കുന്നു വേണ്ട, ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആകാവുന്നതാണ്. പക്ഷേ വദ്കുറുല്ലാഹ കസീറ, ആ ദുനിയാവിൻ്റെ വിഷയത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് മറന്നു പോകരുത്. ധാരാളമായി അള്ളാഹിനെ കുറിച്ച് ഓർക്കുക. അതുണ്ടായാൽ എന്ത് സംഭവിക്കും? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ്. അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ ഭയവിഹ്വലരായിട്ടുള്ള സഹാബത്തിനോട്, ശത്രുവിനെ കുറിച്ചുള്ള ഭയപ്പാടുള്ള സഹാബത്തിനോട് നിങ്ങൾ പതറിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅ, വിശ്വാസികളായിരിക്കുന്ന ആളുകളെ ശത്രു സൈന്യത്തെ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കണം, പേടിച്ച് പിറകോട്ട് ഓടരുത്. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വദ്കുറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഈ രണ്ടു കാര്യങ്ങൾ നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങൾക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയും. അതോടൊപ്പം നിങ്ങൾക്ക് പരലോകത്ത് വിജയിക്കാൻ കഴിയുന്നതാണ്. ഒന്ന്, ശത്രുവിനെ കാണുമ്പം പേടിച്ച് പിറകോട്ട് യുദ്ധക്കളം വിട്ട് ഓടാതിരിക്കുക. അത് ഓടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊർജ്ജം വേണമെങ്കിൽ തീർച്ചയായും അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണകൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, അള്ളാഹിനെ ധാരാളമായി ഓർക്കുക എന്നാണ്. രണ്ടാമത്തെ നേട്ടമെന്ന് പറയുന്നത്, നമ്മൾ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങൾക്ക് ഈ ദിക്റുള്ള കൊണ്ട് നമുക്ക് പരിഹരിക്കപ്പെടാൻ കഴിയുമെന്നാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗ വലിയ പ്രതിഫലവും മഗ്ഫിറത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. പാപമോചനവും വമ്പിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാമെന്ന് ഈ ദാക്കിരീൻ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന പുരുഷന്മാരായിരിക്കുന്ന ആളുകൾക്കും സ്ത്രീകൾക്കും നൽകാമെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. മൂന്നാമത്, റബ്ബിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആ റബ്ബ് നമ്മയും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും, ഓർത്തുകൊണ്ടിരിക്കും. ആലോചിക്കുക നിങ്ങൾ, സിട്ടാവായിരിക്കുന്ന റബ്ബ്, എല്ലാ ലോകത്തിൻ്റെയും അധിപരായിട്ടുള്ള റബ്ബ് നമ്മളെക്കുറിച്ച് ഓർക്കുകയാണ്. നമ്മളെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ റബ്ബിൻ്റെ ശ്രദ്ധയുണ്ടാവുമെന്നാണ്. അള്ളാഹിൻ്റെ ശ്രദ്ധയിൽ നിന്നും ഒരാൾക്കും ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. പക്ഷേ പ്രത്യേകം പരിഗണിക്കപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വിഷയത്തിൽ റബ്ബ് നിരന്തരമായി നമ്മെ ഓർത്തുകൊണ്ടിരിക്കുമെന്നാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. വദ്കുറൂനി അദ്കുറുക്കും, അല്ലാഹ് പറയാണ്, നമ്മുടെ സിട്ടാവായ നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്ന, നമ്മുടെ ജീവിതത്തിൽ വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന ആ റബ്ബ് പറയാണ്, ഫദ്കുറൂനി, എന്നെ നിങ്ങൾ ഓർക്കണം, എന്നെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം. അദ്കുറുക്കും, അങ്ങനെയെങ്കിൽ നിങ്ങളെയും ഞാൻ ആലോചിക്കും. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, ഒരിക്കലും നന്ദി കേട് കാണിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഒരിക്കൽ പറയുകയുണ്ടായി, വാന മാഹും ഇദാ ദക്കറനി, അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വാന മാഹു ഇദാ ദക്കറനി, എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ടെൻഷൻ്റെയും ഒക്കെ സമയത്ത് ആശ്വസിപ്പിക്കാൻ, നമ്മെ സഹായിക്കാൻ, നമുക്ക് താങ്ങും തണലുമായി എല്ലാത്തിനും കഴിവുള്ള ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ സൗഭാഗ്യം മറ്റെന്താണുള്ളത്? പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമുക്ക് നമ്മുടെ കൂട്ടാളിയായി എല്ലാത്തിനും കഴിവുള്ള ഒരുത്തൻ, റബ്ബിനെ കുറിച്ച് നമ്മൾ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്, എല്ലാത്തിനും കഴിവുള്ള റബ്ബ്, ഖജനാവുകൾ നിറഞ്ഞവനായ റബ്ബ്, എല്ലാം തന്നെ പൂർത്തീകരിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ കഴിവുള്ള റബ്ബ്, ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. എപ്പോൾ? വാനമാഹു ഇദാ ദക്കറനി, എന്നെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഇൻ ദക്കറനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി പ്രവാചകൻ പറയുന്നു, നിങ്ങൾ ഒറ്റക്കിരുന്നു കൊണ്ടാണ് എന്നെക്കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ നിങ്ങളെയും ഞാൻ ഒറ്റക്കിരുന്നു കൊണ്ട് നിങ്ങളെക്കുറിച്ച് കാര്യത്തിലും ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ, അതല്ല നിങ്ങൾ ആൾക്കൂട്ടത്തിൽ വെച്ചുകൊണ്ടാണ് എന്നെക്കുറിച്ച് ആലോചിക്കുന്നത്, എന്നെക്കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും, അവരെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള മുഖറബീങ്ങളായിരിക്കുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് എന്നെയും നിങ്ങളെയും കുറിച്ച്, വിശ്വാസികളായിരിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു സംസാരിക്കുമെന്നാണ്. എന്നാലോചിക്കുക നിങ്ങൾ, ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ പേരുകൾ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രമുഖനായിരിക്കുന്ന ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് പേരെടുത്ത് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശവും അതുപോലെ തന്നെ ആ ഒരു ഇതൊക്കെ എത്രയായിരിക്കും, അഭിമാനബോധവും എത്രയായിരിക്കും.
എവിടെയാണ് അള്ളാഹിൻ്റെ മുഖറബീങ്ങളായിരിക്കുന്ന മലക്കുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് എൻ്റെ ഇന്നാലിന്ന അടിമ ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് എന്നെ സംസാരിക്കുന്നു, എന്നെക്കുറിച്ച് ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് പുകഴ്ത്തി പറയും. എപ്പോൾ? അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ, ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് ആലോചിക്കാൻ തയ്യാറാകുമ്പോൾ എന്നാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറഞ്ഞാൽ മാനസികമായിരിക്കുന്ന സംതൃപ്തി എന്നാണ്. ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ടെൻഷൻ മാറണോ? ഒരേ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ. റബ്ബിനെ കുറിച്ച് ആലോചിക്കുക, നിരന്തരമായി ദിക്റുകൾ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ റബ്ബുമായി അടുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമം നടത്തുക. ഇതാണ് മനസ്സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മരുന്നെന്ന് പറയുന്നത്. ഈ ഒരു മാർഗത്തെ അവലംബിക്കാതെ ടെൻഷനുകൾ മാറ്റാൻ വേണ്ടി ഭൗതികമായിരിക്കുന്ന മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് ഒഴുകുകയാണെങ്കിൽ അത് താൽക്കാലികമായ ചില ആശ്വാസം നൽകിയാലും അതിൽ നിന്നും വിരമിക്കുമ്പോൾ ഉള്ളതിനേക്കാളും കടുത്ത മാനസിക സംഘർഷങ്ങളായിരിക്കും ആളുകൾക്കുണ്ടാവുക. അതുകൊണ്ട് റബ്ബ് ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്ന റബ്ബിൻ്റെ മാർഗത്തെ അവലംബിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യാൻ. സഹോദരങ്ങളെ, മനസ്സമാധാനം ലഭിക്കാനുള്ള ഒരേ ഒരു മാർഗം റബ്ബുമായി അടുക്കുകയും റബ്ബിനെക്കുറിച്ച് മറക്കാതെ നിരന്തരം ജീവിതത്തിൽ അള്ളാഹിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തകൂനു കല്ലദീന നസുല്ലാഹ. അള്ളാഹിനെക്കുറിച്ച് ഓർത്തത് മറന്നവരെ പോലെ നിങ്ങൾ ഒരിക്കലും തന്നെ ആകരുത്. അള്ളാഹിനെക്കുറിച്ച് മറന്നു പോകുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാവരുത് എന്നാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെയും മറന്നു പോകുന്നതാണ്. അള്ളാഹു നമ്മളെക്കുറിച്ച് മറന്നു പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് അറിയുന്നില്ല, നമ്മളെക്കുറിച്ചുള്ള വിവരമൊന്നുമില്ല എന്നർത്ഥത്തിലല്ല. റബ്ബിൻ്റെ അനുഗ്രഹങ്ങളും റഹ്മത്തുകളും ബറക്കാത്തുകളും നൽകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പരിഗണിക്കപ്പെടാതെ പോകുമെന്നാണ്. അള്ളാഹിൻ്റെ ബർക്കത്ത് കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിലും ആയുസ്സിലും സമ്പത്തിലും കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ റബ്ബിൻ്റെ ബറക്കാത്തുകളുണ്ടെങ്കിലാണ് നമുക്ക് സമാധാനം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക. ആ ബറക്കാത്തുകൾ നൽകുന്നവരുടെ കൂട്ടത്തിൽ പരിഗണിക്കാതെ പോകും അള്ളാഹിനെക്കുറിച്ച് നമ്മൾ മറന്നുപോയാൽ എന്നാണ്. അതുകൊണ്ട് നിരന്തരമായി അള്ളാഹിനെക്കുറിച്ച് ഓർക്കുക. അതുപോലെ നോക്കൂ നിങ്ങൾ, മഹാനായ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഇസ്രായേൽ സമൂഹത്തിന് നിർദ്ദേശിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന 5 കൽപ്പനകളുണ്ട്. നീയും അത് പ്രാവർത്തികമാക്കണം, അതുപോലെ തന്നെ ഇസ്രായേലിൽ അത് പഠിപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ 5 കൽപ്പനകളുടെ കൂട്ടത്തിൽ ഒന്ന് എണ്ണിയിരിക്കുന്നത് ആമുർക്കും അൻതദ്കുറുല്ലാഹ്, അള്ളാഹിനെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹിനെക്കുറിച്ച് ഓർക്കണം. അള്ളാഹിനെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉദാഹരണമെന്ന് പറയുന്നത് ശത്രു ഒരു മനുഷ്യൻ്റെ പിന്നാലെ കൂടി പിറകെ കൂടി എന്ന് വിചാരിക്കുക. ആ മനുഷ്യൻ ഓടി ശക്തമായിരിക്കുന്ന ഒരു കോട്ടയിലകത്ത് പ്രവേശിക്കുകയും അതിൻ്റെ കവാടമടക്കുകയും ചെയ്താൽ എപ്രകാരമായിരിക്കും സുരക്ഷിതം കിട്ടുക? ഇതേ രൂപത്തിലാണ് പിശാചിൻ്റെ കണിയിൽ, പിശാചിൻ്റെ പിടുത്തത്തിൽ രക്ഷപ്പെടാൻ വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് ദിക്റുള്ള ഉപകരിക്കുക എന്നാണ്. ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മെ സ്വാധീനിച്ചേക്കാം, നമ്മെ വലയം ചെയ്തേക്കാം, തിന്മയിലേക്ക് നമ്മെ മാടി വിളിച്ചേക്കാം, ആകർഷിപ്പിച്ചേക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം സുരക്ഷിതത്വം കിട്ടുന്നത് അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കുമ്പോൾ മാത്രമാണ് എന്നാണ്. മഹാനായിരിക്കുന്ന ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു മനുഷ്യന് അള്ളാഹുവിനോട് താല്പര്യമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹിനെ മറക്കാതെ നിരന്തരമായി അള്ളാഹിനെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. അതിനെന്താ ചെയ്യേണ്ടത്? ഇബാദത്തുകൾ കൃത്യതയോട് നിർവഹിക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹിനെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇബാദത്ത്, നിർബന്ധമായിട്ടുള്ള ഇബാദത്തുകളിൽ നിന്ന് ഒരു നീക്കുപോക്കും നടത്താതെ അങ്ങനെ തന്നെ നിർവഹിക്കുക. നിസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് അഖിമി സ്വലാത്ത ലിദിക്രി, നീ നിസ്കാരം നിലനിർത്തണം ബിദിക്രി, എന്നെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി എന്നാണ്. ആ നിസ്കാരങ്ങൾ കൃത്യതയോട് നിർവഹിക്കുകയും അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഏതെല്ലാം നിസ്കാരങ്ങൾ നിർവഹിക്കാൻ കഴിയുമോ ആ സുന്നത്തായിരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുകയാണെങ്കിൽ അതന്നെ റബ്ബിനെ കുറിച്ച് ഓർക്കാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത്, നമുക്കറിയാലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു വോയിസ് നമ്മുടെ മൊബൈലുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ വോയിസ്, നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന രൂപത്തിലുള്ള ഒരു വോയിസ് ഉണ്ട് എന്ന് വിചാരിക്കുക. വാട്സപ്പിൽ ഡിലീറ്റ് ചെയ്യാതെ ഇടക്കിടക്കൊക്കെ അതങ്ങനെ കേൾക്കും. പലപ്പോഴും നമ്മളൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ആളുകളായിരിക്കും.
ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഒരുപാട് ദോഷങ്ങളും അതുകൊണ്ടൊക്കെ ഉണ്ട്. കാരണം ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളൊക്കെ പലരും നടന്നൊക്കെ കാണാൻ സാധിക്കും. ആകട്ടെ, പക്ഷെ പലപ്പോഴും പല മോട്ടിവേഷൻ നമ്മളെ സ്വാധീനിക്കുന്ന, നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്ന പല സംസാരങ്ങൾ നമ്മൾ ഇടക്കിടക്ക് കേൾക്കാൻ വേണ്ടി നമ്മുടെ മൊബൈലുണ്ടാവും. എന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ കേൾക്കും. നോക്ക് നിങ്ങൾ, നമ്മളേറെ സ്നേഹിക്കേണ്ട, ജീവിതത്തിൽ സ്വന്തം ജീവിതത്തെക്കാളേറെ, മാതാപിതാക്കളെക്കാളേറെ, എല്ലാത്തിനേക്കാളേറെ സ്നേഹിക്കേണ്ടവനാണ് സിട്ടാവായിരിക്കുന്ന റബ്ബ് എന്ന് പറഞ്ഞാൽ. ആ റബ്ബിൻ്റെ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മുടെ വീട്ടിൽ എത്രയോ കോപ്പിയുണ്ട്. ആ ഖുർആനെ ഒന്ന് കേൾക്കാൻ, അതൊന്ന് വായിക്കാൻ, അത് പാരായണം ചെയ്യാൻ നമ്മൾ കഴിയാറുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് റബ്ബിനെ കുറിച്ച് ഓർക്കാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്. നിരന്തരമായി ജീവിതത്തിൽ ഒരു ദിവസം പോലും പരിശുദ്ധ ഖുർആന്റെ ഏതാനും ഭാഗങ്ങൾ ഓതാതെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. മുൻഗാമികളായിരിക്കുന്ന ആളുകളുടെ ജീവിതം നോക്ക് നിങ്ങൾ. നമ്മൾ എവിടെ കിടക്കുന്നു? റമദാൻ വരുന്നു, ഇനിയിപ്പോൾ ഒരു റമദാൻ മാസത്തിൽ കുറച്ച് ഓതി തീർക്കാമെന്നുള്ള ആ ഒരു നിയത്താണ് നമുക്കുള്ളത്. ജീവിതത്തിൽ എല്ലാ ദിവസവും മൊബൈലുകളിലൊക്കെ ഉണ്ടല്ലോ. അന്ന് പണ്ടത്തെ കാലത്തെക്കുറിച്ച് ആലോചിക്കുക നിങ്ങൾ. അവർക്ക് ഓതണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബൈഹാട്ടാക്കണം, ഹിഫ്ളുണ്ടാകണം, അല്ലെങ്കിൽ എഴുതി വച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നൽകിയിരിക്കുന്ന റബ്ബിൻ്റെ അടുക്കൽ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പാരായണം നമ്മൾ പതിവാക്കുക. അതുപോലെ തന്നെയാണ് ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക. ഇല്ലായ്മയും വല്ലായ്മയും നമ്മൾ നിരന്തരമായി പലരോടും പറയുന്നു. കഷ്ടതയാണ്, പ്രയാസമാണ്, കച്ചവടം നടക്കുന്നില്ല, ബിസിനസ് നടക്കുന്നില്ല, കുടുംബം എങ്ങനെയാണ്, പ്രശ്നമാണ്, ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് പലരോടും നമ്മൾ പരാതി പറയാം. ഈ പരാതി കേൾക്കുന്ന ആൾക്ക് ഇത് പരിഹരിക്കാൻ കഴിയുമോ? ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല. എന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് റബ്ബ് മാത്രമാണ് എന്ന് അറിയാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന ഒരു റബ്ബ് നമുക്കുണ്ടെന്നുള്ളത്. ആ റബ്ബിനോട് പരാതി പറയാൻ, ആ റബ്ബിനോട് സംസാരിക്കാൻ, റബ്ബേ എൻ്റെ കഷ്ടത, എൻ്റെ പ്രശ്നം എങ്ങനെയാണ്, എൻ്റെ കച്ചവടം എങ്ങനെയാണ്, എൻ്റെ ജോലി ഇങ്ങനെയാണ്, എൻ്റെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും അവശതകളൊക്കെ എങ്ങനെയാണ്, എനിക്ക് മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ റബ്ബിനോട് തുറന്നു പറയാൻ, പ്രത്യേകിച്ച് സുജൂദിൻ്റെ ഒക്കെ വേളയിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ടൊക്കെ അള്ളാഹുവിനോട് മുനാജാത്ത് നടത്താൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അതാണ് അള്ളാഹിനെ കുറിച്ച് ഓർക്കുക എന്ന് പറയുന്നത്. അപ്പം നിരന്തരമായി പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് റബ്ബിലേക്കാക്കി മാറ്റാൻ വേണ്ടി കണിശമായിരിക്കുന്ന രൂപത്തിൽ ശ്രമിക്കുകയും ചെയ്യാം. മറ്റൊന്ന്, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവുക. എൻ്റെ ആരോഗ്യം റബ്ബ് നൽകിയതാണ്. ഞാൻ ഇപ്പോൾ ജീവിക്കാനുള്ള എൻ്റെ സാമ്പത്തികമായിരിക്കുന്ന ഏത് മാർഗമാണോ ഞാൻ അവലംബിക്കുന്നത് അത് റബ്ബിൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ്. അതുപോലെ തന്നെ എൻ്റെ ശരീരവും എൻ്റെ ആയുസ്സും എൻ്റെ മക്കളും കുടുംബവും എല്ലാം റബ്ബ് നൽകിയതാണ് എന്ന തോന്നലോടുകൂടെ, എന്ന വിശ്വാസത്തോടുകൂടെ, എന്ന തിരിച്ചറിവോടുകൂടെ അത് നല്ല മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് റബ്ബിന് നന്ദി കാണിക്കാൻ തയ്യാറാവുക എന്നതാണ് മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ചുറ്റുഭാഗം നോക്കി നിങ്ങൾ പല അത്ഭുതങ്ങളും കാണുമ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ, ഇപ്പോൾ AI കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര നാവാണ് നമുക്കൊക്കെ ഉള്ളത്. എന്തൊക്കെ സംവിധാനമാണ്, ഏതൊക്കെ രൂപത്തിൽ ആളുകളുടെയൊക്കെ ബുദ്ധി എവിടെയൊക്കെ എത്തുന്നു. ഈ ലോകത്തിൽ സംവിധാനിച്ചിരിക്കുന്ന എത്രയെത്ര ചെറുതും വലുതുമായിരിക്കുന്ന സംവിധാനങ്ങളുണ്ട്. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തൊരുപാട് ആകാശഭൂമികളെക്കുറിച്ച്, സ്വന്തം ശരീരത്തെക്കുറിച്ച് പോലും ആലോചിച്ചാൽ വിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യന് റബ്ബിന് നന്ദി കാണിച്ചാൽ മതിയാവാതെ വരുന്ന ചിന്തയായിരിക്കും ഉണ്ടാവുക. വിശ്വാസി അങ്ങനെ ചിന്തിക്കാൻ കഴിയണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകളും മാറി വരുന്നതും അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ആകാശങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ, ഇരുന്നും കടന്നും ഒക്കെ ആലോചിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിന് നമുക്ക് മാർഗ്ഗമില്ല. ഇതാണ് റബ്ബിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം എന്ന് പറയുന്നത്. സഹോദരങ്ങൾ, ഈ രൂപത്തിലൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇവയെല്ലാം നമ്മൾ മറന്നു പോകാൻ. അതിനോടൊപ്പം തന്നെ പരിശുദ്ധ ഇസ്ലാം വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും പരലോകത്തും പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സുന്നത്തിൻ്റേതായിരിക്കുന്ന മാർഗമുണ്ട്. കിടന്നുറങ്ങാൻ പോകുമ്പം ദിക്റുണ്ട്, എണീക്കുമ്പോൾ ദിക്റുണ്ട്, ബാത്റൂമിലേക്ക് പോകുമ്പോൾ, പുറത്തിറങ്ങുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നാം നിർവഹിക്കപ്പെടേണ്ടുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. ഈ ദിക്റ് പലപ്പോഴും നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്. ചിലതൊക്കെ ബിസ്മില്ല മാത്രം കൊണ്ട് തുടങ്ങിയാൽ, അൽഹംദുലില്ലാഹ് കൊണ്ട് ആ രൂപത്തിൽ തുടങ്ങിയാലൊക്കെ, അത് അവസാനിപ്പിച്ചാലൊക്കെ മതിയാകുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും അതെല്ലാം നമ്മൾ മറന്നു പോകാൻ. സഹോദരങ്ങൾ, ഈ മറവിയാണ് റബ്ബിൻ്റെ ഔദാര്യവും ബർക്കാത്തുകളും നൽകുന്ന വിഷയത്തിൽ റബ്ബും നമ്മൾ പരിഗണിക്കാത്തതിൻ്റെ കാരണമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതു സന്ദർഭത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷവും സമാധാനവും എപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ശരി, റബ്ബിനെ മറക്കാതെ ആ റബ്ബിലേക്ക് അടുക്കാൻ, നിരന്തരമായി റബ്ബിനെ കുറിച്ച് ആലോചിക്കാൻ, പ്രത്യേകിച്ച് വലിയ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, മുമ്പ് സൂചിപ്പിച്ചതുപോലെ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയുള്ള ചെറിയ ചെറിയ ദിക്റുകൾ, ആ ദിക്റുകൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ ആവർത്തിച്ചത് ചുണ്ടുകളിൽ
അതിങ്ങനെ നിലനിർത്താൻ ഒരാളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ സമാധാനമുണ്ടാകും. ആരാ പറഞ്ഞിരിക്കുന്നത്? റബ്ബാൻ. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹു നൽകിയിരിക്കുന്ന വാഗ്ദാനം അള്ളാഹു ഒരിക്കലും ലംഘിക്കൂല. മനസ്സമാധാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തരണമെന്നുണ്ടെങ്കിൽ ആ മാർഗത്തെ നമ്മൾ അവലംബിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാനസികവും ശാരീരികമായിരിക്കുന്ന എല്ലാ അവശതയും റബ്ബ് സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പ്രയാസം ദൂരീകരിച്ചുകൊണ്ട് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പലപ്പോഴും അറിയാതെ അറിവില്ലായ്മ കൊണ്ട് അശ്രദ്ധ കൊണ്ട് ഒരുപാട് തിന്മകൾ ചെയ്തവരാണ് റബ്ബെ ഞങ്ങൾ. നിങ്ങളുടെ മഹളായിരിക്കുന്ന ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.